ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രിയാകുമെന്ന വാർത്തകളെ ചിരിച്ചുതള്ളി ഭഗവത് മാൻ. ഇത്തരം കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവർ അവരുടെ ജോലി ചെയ്യട്ടെയെന്നും തങ്ങളുടെ ജോലിയുമായി മുന്നോട്ടു പോകുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ കപൂർതല ഹൗസിൽ പഞ്ചാബ് MLA-മാരുടെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും അടക്കമുള്ള ആം ആദ്മി പാർട്ടി നേതാക്കൾ യോഗത്തിൽ സന്നിധരായിരുന്നു. ഭഗവത് മാനിനെ മാറ്റി പഞ്ചാബ് മുഖ്യമന്ത്രിയാകാൻ കെജ്രിവാൾ ശ്രമിക്കുകയാണെന്ന് മുതിർന്ന BJP നേതാവ് മൻജീന്ദർ സിംഗ് സിർസ ആരോപിച്ചിരുന്നു. കെജ്രിവാൾ മാനിനെ അയോഗ്യൻ എന്ന് മുദ്രകുത്തി അദ്ദേഹത്തെ പുറത്താക്കാൻ ശ്രമിക്കുകയാണെന്നാണ് സിർസ അവകാശപ്പെട്ടത്. ഡൽഹി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ പഞ്ചാബ് MLA-മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. കഴിവില്ലാത്തയാളെന്ന് മുദ്രകുത്തി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഭഗവത് മാൻ ജിയെ മാറ്റാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സ്ത്രീകൾക്ക് 1000 രൂപ നൽകുമെന്ന വാഗ്ദാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇത് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കുമെന്നാണ് സിർസ പറഞ്ഞത്. ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു മാനിന്റെ പ്രതികരണം. അവർ പറയട്ടെ എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് മാൻ പ്രതികരിച്ചത്. സ്ത്രീകൾക്ക് എല്ലാ മാസവും 1000 രൂപ നൽകുമെന്ന പഞ്ചാബ് സർക്കാരിന്റെ വാഗ്ദാനം പാലിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. പഞ്ചാബിലെ 20-ലധികം AAP MLA-മാർ താനുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന കോൺഗ്രസ് നേതാവ് പർതാപ് സിംഗ് ബജ്വയുടെ അവകാശവാദത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. ഏകദേശം 3 വർഷമായി പർതാപ് ബജ്വ ഇത് പറയുന്നു. ഡൽഹിയിലെ കോൺഗ്രസ് MLA-മാരുടെ എണ്ണം 3-ാം തവണയും എണ്ണാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക എന്നേ എനിക്ക് പറയാനുള്ളൂവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. MLA-മാർ AAP വിടുമെന്ന ബജ്വയുടെ അവകാശവാദവും അദ്ദേഹം തള്ളി. ഞങ്ങളുടെ ചോരയും വിയർപ്പും കൊണ്ടാണ് ഞങ്ങൾ ഈ പാർട്ടി കെട്ടിപ്പടുത്തത്. കൂറുമാറുന്ന സംസ്കാരമാണ് അവർക്കുള്ളത്. ആം ആദ്മി പാർട്ടിയുടെ തോൽവി ആഘോഷിക്കാൻ അവരുടെ ഒരു നേതാവ് ധോൾ അടിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേസമയം ഡൽഹിയിലെ പാർട്ടിയുടെ പരാജയത്തിന് കാരണക്കാരൻ അരവിന്ദ് കെജ്രിവാൾ ആണെന്നാണ് പ്രശാന്ത് ഭൂഷന്റെ ആരോപണം. ആം ആദ്മി പാർട്ടിയുടെ അന്ത്യത്തിന്റെ തുടക്കമെന്നാണ് തോൽവിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. 2015-ൽ AAP-യിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രശാന്ത് ഭൂഷൺ കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. അരവിന്ദ് കെജ്രിവാൾ പാർട്ടിയെ അതിന്റെ സ്ഥാപക തത്വങ്ങളിൽ നിന്ന് ഗതിമാറ്റി വെറുമൊരു അഴിമതി പ്രസ്ഥാനമായി ചുരുക്കിയെന്നും ഭൂഷൺ ആരോപിച്ചിരുന്നു. സുതാര്യത, ഉത്തരവാദിത്തം, ബദൽ രാഷ്ട്രീയം എന്നിവയിൽ ഊന്നിയുള്ള AAP-യുടെ കാഴ്ചപ്പാടുകൾ ഉപേക്ഷിച്ചുവെന്നാണ് എക്സ് പോസ്റ്റിലൂടെ ഭൂഷൺ ആരോപിക്കുന്നത്. ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ AAP-ക്ക് ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്ന ശീഷ് മഹൽ വിവാദവും പ്രശാന്ത് ഭൂഷൺ എടുത്തു പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ വസതി പുതുക്കിപ്പണിയാൻ കെജ്രിവാൾ പൊതുപണം ഉപയോഗിച്ചുവെന്ന ആരോപണമാണ് ഇത്. തിരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ വിഷയമായി പ്രതിപക്ഷമായ കോൺഗ്രസും BJP-യും ഇത് ഉയർത്തിക്കാട്ടിയിരുന്നു. 117 അംഗ പഞ്ചാബ് നിയമസഭയിൽ AAP-ക്ക് 93-ഉം കോൺഗ്രസിന് 16 MLA-മാരാണ് ഉള്ളത്.